പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്കെപ്പോഴും ആവശ്യമാണ്. നമുക്ക് അത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് പല പല അനുഭവങ്ങളിലൂടെ. കർത്താവിൻ്റെ സംരക്ഷണം എന്ന് പറയുന്ന സങ്കീർത്തനവും ദൈവത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്ന സങ്കീർത്തനവുമുണ്ട്. ഇതിലെല്ലാം പറയുന്നത് ദൈവഭക്തനെയാണ് കർത്താവ് കടാക്ഷിക്കുക. ദൈവഭക്തൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ ഒരു പ്രഥമ ലക്ഷണമാണ് ദൈവഭക്തി. ദൈവഭക്തൻ ആണ് കർത്താവിന് മുമ്പിൽ വിജയിക്കുക, പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് നമുക്ക് അത് നമ്മൾ പരിശീലിക്കണം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദൈവഭക്തി പരിശീലിക്കണം. ദൈവഭക്തനെയാണ് കർത്താവ് കടാക്ഷിക്കുക. നമുക്ക് നമ്മുടെ ഈ തിരുക്കർമ്മങ്ങളിലൂടെ, നമ്മുടെ സഭയിലെ ശുശ്രൂഷകളിലൂടെ, ഈ തീർത്ഥാടനത്തിലൂടെ ഒക്കെ നമുക്ക് ദൈവഭക്തി പരിശീലിക്കാനുള്ള അവസരങ്ങളാണ്. ചിലപ്പോൾ ദൈവഭക്തി ഇല്ലാതെ നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ട്. ദൈവഭക്തന് നിരക്കാത്ത കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ചിലപ്പോൾ ദുരാചാരങ്ങൾ, അതൊക്കെ ദൈവഭക്തന് ചേർന്നതല്ല. അപ്പോൾ അതിനൊക്കെ ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം. നമുക്ക് കർത്താവേ, ഞങ്ങൾ ദൈവഭക്തി ഞങ്ങളിൽ വളർത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവഭക്തി. അത് നമ്മൾ ആളുകളെ കാണിച്ചുകൊണ്ട് ഭക്തി കാണിച്ചതുകൊണ്ടും കാര്യമില്ല. കർത്താവിന് അറിയാമല്ലോ നമ്മളെ, കർത്താവിന് നമ്മളെ അറിയാം. അതുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടെ നല്ല ദൈവഭക്തിയുള്ള മനുഷ്യരെ പോലെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ഈ കുർബാന സമയത്തിലുടനീളം നമുക്ക് വ്യാപരിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ,
കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദത്തെടുപ്പിൻ്റെ കൃപയാൽ ഞങ്ങളെ പ്രകാശത്തിൻ്റെ മക്കളാക്കാനങ്ങ് തിരുവുള്ളമായല്ലോ. പാപാന്ധകാരത്തിൻ്റെ അധീനതയിൽപ്പെടാതെ സുവ്യക്ത സത്യത്തിൻ്റെ പ്രഭയിലെന്നും ഞങ്ങൾ പ്രശോഭിച്ചു നിൽക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. കുഞ്ഞു വളർന്ന് മുലക്കുടി മാറി. അന്ന് അബ്രാഹാം വലിയൊരു വിരുന്ന് നടത്തി. ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തൻ്റെ മകനായ ഇസഹാക്കിനോട് കൂടെ കളിക്കുന്നത് സാറ കണ്ടു. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. തന്മൂലം മകനെയോർത്ത് അബ്രാഹാം വളരെ അസ്വസ്ഥനായി. എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമപ്പെണ്ണിനെ കുറിച്ചും നീ ക്ലേശിക്കേണ്ട. സാറ പറയുന്നത് പോലെ ചെയ്യുക. കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും. അവനും നിന്റെ മകനാണല്ലോ. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളമെടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വച്ചു കൊടുത്തു. മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബെർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പയത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്നു സമർത്ഥനായൊരു വില്ലാളിയായി തീർന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിയവൻ നിലവിളിച്ചു, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവ് കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. എളിയവൻ നിലവിളിച്ചു, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവ് കേട്ടു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹകുട്ടികൾ ഇരക്കിട്ടാതെ വിശന്ന് പറഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എളിയവൻ നിലവിളിച്ചു, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവ് കേട്ടു. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ.
ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നവോ? എളിയവൻ നിലവിളിച്ചു, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവ് കേട്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു മറുകരെ ഗദറായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന 2 പിശാച് ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ച് പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മെയ്യുന്നുണ്ടായിരുന്നു. പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുവൻ. അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവൻ കിഴക്കാം തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തും. പന്നി മേയ്ക്കുന്നവർ ഭയപ്പെട്ടോടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാചുബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു. അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സംരക്ഷണം അതൊരു യാഥാർത്ഥ്യമാണ്. സാറ പുറത്തിറക്കി വിട്ട ഹാഗാറിന് ദൈവിക സംരക്ഷണം കിട്ടിയത് നമ്മളിന്ന് വായിച്ചു കേട്ടു. കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ തീർന്നു. ഇപ്പോൾ കർത്താവാണ് ഒരു കിണർ കാണിച്ചു കൊടുത്തത്. അങ്ങനെ അവർക്ക് വലിയ സ്വർഗീയമായ ആശ്വാസമുണ്ടായി. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവിക സംരക്ഷണം യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് 2 പിശാച് ബാധിതർ. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അപ്പോൾ ഈശോ അവരെ സുഖപ്പെടുത്തി. അവരുടെ ആ പിശാചിനെ പന്നിക്കൂട്ടത്തിലേക്ക് അയച്ചു. എന്നിട്ട് ആ നാടിനെ ഈശോ രക്ഷിച്ചു. ഗദറായരുടെ ദേശം, ആ നാടിനെ ഈശോ രക്ഷിച്ചു. ദൈവിക സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ സങ്കീർത്തനം 91. അത് കർത്താവിൻ്റെ സംരക്ഷണം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. കർത്താവിൻ്റെ സംരക്ഷണം വളരെ പരിചയമുള്ള സങ്കീർത്തനം. ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ചൊല്ലി വിടാറുണ്ട്. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അറിയാവോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചനം അത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അതാണ് ഒരു കണ്ടീഷനാണ് കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ. അത് സങ്കീർത്തനം 91:14. സങ്കീർത്തനം 91:14. അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവൻ രക്ഷിക്കും. അപ്പോൾ ദൈവിക സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് ആ സംരക്ഷണം അനുഭവിക്കാൻ സാധിക്കുക. ഇപ്പോൾ ഇന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ പ്രതിവചന സങ്കീർത്തനം 34-ാം സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിലും ദൈവത്തിൻ്റെ സംരക്ഷണമെന്നാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം. സങ്കീർത്തനം 91 കർത്താവിൻ്റെ സംരക്ഷണമെന്ന്, സങ്കീർത്തനം 34 ദൈവത്തിൻ്റെ സംരക്ഷണമെന്നാണ്. അതിൽ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നിങ്ങൾ കേട്ടില്ലേ? എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. അപ്പം നിലവിളിക്കുക. ഹാഗാറിൻ്റെ കുട്ടി ഉറക്കെ കരഞ്ഞു. കുട്ടി മരിക്കണത് കാണാൻ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞിട്ട്
ഒരു അമ്പയർ ദൂരം കൊച്ചിനെ കൊണ്ട് കിടത്തി. ഒരു അമ്പ ചെയ്താൽ എത്ര ദൂരം? അങ്ങനെ അമ്പയർ ദൂരം കൊച്ചിനെ കൊണ്ട് കിടത്തിയിട്ട് അവൾ മാറിയിരുന്നു. കൊച്ചു മരിക്കുന്നത് കാണാൻ വയ്യേ. അങ്ങനെ കൊച്ച് നിലവിളിച്ചു, വിശന്നിട്ട് കൊച്ച് നിലവിളിച്ചപ്പോൾ കർത്താവ് അത് കേട്ടു. കർത്താവ് കേട്ടിട്ടാണ് ഹാഗാറിന് വലിയ ആശ്വാസമുണ്ട്. അപ്പം എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഒരു ദൈവഭക്തൻ പ്രാർത്ഥിക്കണം, ദൈവഭക്തൻ പ്രാർത്ഥിക്കണം. പലരും വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കണം, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് വിശന്നാൽ നിങ്ങളാണ് ഭക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് വിശന്നാൽ ഞാൻ ഭക്ഷിച്ചത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ്. നമുക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രാർത്ഥിക്കണം, കുടുംബസമേതം പ്രാർത്ഥിക്കണം, കുടുംബത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ആശുപത്രി വിഷയമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഐസിയുവിൻ്റെ മുമ്പിൽ എല്ലാവരും കൂടി അവിടെ നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ? കുറച്ച് പേരെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് സഹായം അപേക്ഷിക്കണം. അത് ചെയ്യണം. അത് ദൈവഭക്തൻ്റെ ലക്ഷണമാണ്. നിലവിളിക്കുക എന്ന് പറയുമ്പോൾ വാവിട്ട് കരയുക എന്നർത്ഥമല്ല, പല അർത്ഥത്തിലെടുക്കാമല്ലോ. കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു വിഷയം അത് കുടുംബത്തിൻ്റെ വിഷയമായിട്ട് കരുതി കുടുംബസമേതം അത് പ്രാർത്ഥിക്കണം. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. അത് സങ്കീർത്തനം 34:6 സങ്കീർത്തനം 34:4 ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമളി. കർത്താവിനെ തേടി ചെല്ലണം. ഇപ്പോൾ തീർത്ഥാടനത്തിന് വന്നതുപോലെ നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് ചെല്ലണം. ഈ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്, സിംഹക്കുട്ടികൾ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അത് സങ്കീർത്തനം 34:10 വാക്യമാണ്. ഇതാണ് പ്രതിഫലം. എന്താണ്? നിലവിളിക്കുന്നവനും കർത്താവിനെ തേടുന്നവർക്കുള്ള പ്രതിഫലം അതിതാണ്. സങ്കീർത്തനം 34:7 അത് കുട്ടികളെയൊക്കെ ഒന്ന് പഠിപ്പിക്കുന്നത് നല്ലതാണ്. സങ്കീർത്തനം 34:7 കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. നല്ല ഭയമുള്ള കുഞ്ഞുങ്ങളുണ്ടാവും, രാത്രി കിടന്നുറങ്ങാൻ ഭയമുള്ള കുഞ്ഞുങ്ങൾ. ചില വസ്തുക്കളെയോ ചില സാഹചര്യങ്ങളെയോ ഒക്കെ ഭയമുള്ള, ചില വ്യക്തികളെ ഭയമുള്ള ആളുകളുണ്ടാകാം. രാത്രി പുറത്തിറങ്ങാൻ ഭയമുള്ള കുട്ടികളുണ്ടാകാം. അപ്പോൾ ഈ സങ്കീർത്തനം 34:7 പ്രാർത്ഥിക്കുന്നല്ല. രാത്രി കിടക്കുമ്പോൾ സങ്കീർത്തനം 34:7 പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഒരു കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ച് കിടക്കുന്നത് നല്ലതാണ്. ദൈവഭക്തന് കിട്ടുന്ന പ്രതിഫലമാണ്. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവർ രക്ഷിക്കുന്നു. ഇങ്ങനെ ഹാഗാർ ഇറക്കി വിട്ടു. അബ്രാഹത്തിന് നിവർത്തികേടായി, അവൾക്കൊരു ആവശ്യമുള്ളതൊക്കെ കൊടുത്തു വിട്ടിട്ട് അവളെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇത് ഹാഗാർ ഇങ്ങനെ തൻ്റെ കൊച്ചിനുമായിട്ട് പോകുന്നത് കർത്താവ് കണ്ടു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും ചുറ്റും ഇങ്ങനെ പാളയമടിച്ച് അവർക്കൊരു അനർത്ഥവും വരാതെ രക്ഷിക്കും. ഇത് സംഭവിക്കുന്ന കാര്യമാണ്. അത് ഇങ്ങനെ ഒരു എഴുതപ്പെട്ട ഒരു നടക്കാത്തൊരു കാര്യമായിട്ടല്ല ദൈവം പറയുന്നത്, ഇത് നടക്കുന്ന കാര്യമാണ്. എത്ര അപകടങ്ങളിൽ നിന്ന് ഇല്ലേ, എത്ര സുന്ദരമായിട്ട് ഒരു വാഹനം ഓടിക്കുന്നയാൾക്ക് സങ്കീർത്തനം 34:7 വെച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 91:11-12 നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഈ വചനമൊക്കെ ഒന്ന് പഠിച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു ഗുണമാണ് ദൈവഭക്തന് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് സംരക്ഷണം. ആ ഗദറായരുടെ ദേശം സംരക്ഷിക്കപ്പെട്ടു. വഴി കൂടി ഇറങ്ങി നടക്കാൻ പറ്റിയില്ല. 2 പേര് അവരെ പിശാച് ബാധിതര്, ആളുകളെ ദ്രോഹിച്ചിരുന്നവര്. അപ്പോൾ ആ നാടിനെ രക്ഷിച്ചത് ഈശോയാണ്. അപ്പോൾ ദൈവിക സംരക്ഷണം നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം സങ്കീർത്തനം 34:10 തന്നെയാണ്. സിംഹക്കുട്ടികൾ വിശന്നു വലഞ്ഞേക്കാം. സിംഹക്കുട്ടികൾ ആരെങ്കിലും വിശന്നു വലഞ്ഞിരിക്കുമോ? അവർക്ക് ഉടനെ തന്നെ അവർക്ക് ഇര കിട്ടും, അവർ ഇര തേടി പിടിക്കും. എന്നാൽ അവർ വിശന്നു വലഞ്ഞാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇത് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം. ഇത് വിശ്വസിക്കാൻ തയ്യാറാണോ? ഇത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ദൈവഭക്തന് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. സംരക്ഷണവും ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ ദൈവഭക്തന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ദൈവഭക്തി പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് സങ്കീർത്തനം 34 തന്നെ 11-ാമത്തെ വാക്യത്തിൽ, ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ അത് ഉണ്ട്. പ്രതിവചന സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ ഭാഗം വചനം ഇതാണ്: മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാകുമ്പോഴാണ്
നമ്മളത് ഞാൻ തന്നെ അത് ചെയ്യാം, ഞാൻ തന്നെ അത് പറയാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കും, വേറെ ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കും. ഇതിലിപ്പോൾ റക്ടറച്ചൻ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ അത് പ്രധാനപ്പെട്ട ആൾ തന്നെ പറയും, പ്രധാനപ്പെട്ട ആൾ തന്നെ പറയും. അപ്പം ദൈവം തന്നെ പറയാണ്, മക്കളെ ദൈവഭക്തി ഞാൻ പരിശീലിപ്പിക്കാം, മക്കളെ പറയുന്നത് കേൾക്കുവിൻ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ഇത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ദൈവം തന്നെ പരിശീലിപ്പിക്കാം എന്ന് പറയുന്നത്. ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമില്ല. അപ്പം നമ്മളിത് ഇപ്പോൾ പള്ളി വരിക, പ്രാർത്ഥിക്കുക, കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക, ഇതൊക്കെ ദൈവഭക്തൻ്റെ ലക്ഷണമാണ്. കുടുംബ പ്രാർത്ഥന ചൊല്ലുക, ഇതെല്ലാം ദൈവഭക്തൻ്റെ ലക്ഷണങ്ങളാണ്. നമ്മൾ ഒരു ദൈവഭക്തന് ചേരാത്ത കാര്യങ്ങളാണ് നമ്മൾ ദുരാചാരങ്ങൾ. ഒരു ദൈവഭക്തൻ ഒരു ദൈവത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുമോ? ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യല. അതാണ് ഇപ്പോൾ ചരട് കെട്ടുക, തൊട്ടിൽ കെട്ടുക, താഴ്ത്തു പൂട്ടുക, ഇതൊക്കെ ദുരാചാരങ്ങളാണ്. അപ്പോൾ ഒരു ദൈവഭക്തൻ അത് ചെയ്യാൻ പാടില്ല, ദൈവഭക്തൻ അത് ചെയ്യാൻ പാടില്ല. ഒരു ഗോവയിൽ നിന്ന് വന്ന ഒരു കുടുംബം, അവർ കുടുംബസമേതം ഇങ്ങനെ കുറച്ച് ഒരു താലത്തിലൊരു സംഭവമൊക്കെ ആയിട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. താലത്തിൽ തേങ്ങാമ്പൂറിയൊക്കെ ആയിട്ട്, അപ്പോൾ ഇതെന്താ അർത്ഥമാക്കുന്നത്, ഇതെന്താ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാത്ത എന്തോ ഒക്കെ ചെയ്തു പോകുന്നു. ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു പോകുന്നു. ദൈവത്തോട് അടുപ്പം വരുത്താത്ത പല കാര്യങ്ങളും ചെയ്തു പോകുന്നു. കുമ്പസാരം ദൈവത്തോട് അടുപ്പിക്കില്ലേ? കുടുംബ പ്രാർത്ഥന ദൈവത്തോട് അടുപ്പിക്കില്ലേ? വചനവായന ദൈവത്തോട് അടുപ്പിക്കില്ലേ? ദൈവകൽപ്പനകൾ ദൈവത്തോട് അടുപ്പിക്കില്ലേ? കുർബാന സ്വീകരണം ദൈവത്തോട് അടുപ്പിക്കില്ലേ? ഞായറാഴ്ച ആചരണം ദൈവത്തോട് അടുപ്പിക്കില്ലേ? തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നത് ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വിജിലൻ്റ് ആയിട്ടിരിക്കണം. ചില കാര്യങ്ങൾ, ദുരാചാരങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ശരിയാണെന്ന് വിചാരിക്കും, ശരിയല്ല, അത് ശരിയല്ല. ചില ആളുകൾ വരുമാന മാർഗത്തിന് വേണ്ടി കണ്ടെത്തിയതാണ്. ഇവിടെ ഇന്ന് ഞാനിങ്ങനെ വായന ഏൽപ്പിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നതാണ്. അതൊരു നിമിത്തം പോലെയായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, ഒരാളിവിടെ നടപ്പുണ്ട്, കുറേ നാളുകളായി ഒരാളിവിടെ നടപ്പുണ്ട്. അയാൾ മലയാളിയാണ്. അയാൾ ഇവിടെ ഈ കുർബാനയ്ക്കുള്ള ഒരാളോട് കള്ളം പറഞ്ഞു, പച്ചക്കള്ളം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഞാൻ ഇന്നലെ വന്നതാണ്, എനിക്ക് ഇവിടെ രാത്രി എൻ്റെ ബാഗും പേഴ്സൊക്കെ മിസ്സായി, ഞാനിവിടെ ഈ വരാന്തയിൽ കിടന്നാണ് ഉറങ്ങിയത് എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി. അപ്പം എനിക്ക് ആളാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഇത് നിങ്ങൾ ഇന്ന് വന്നു പോവും, എല്ലാവർക്കും ഇത് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇദ്ദേഹം കുറേ നാളായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ പബ്ലിക് ടോയ്ലറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങാമല്ലോ, വഴിയിലൊക്കെ കിടന്നുറങ്ങാം. അപ്പോൾ എൻ്റെ പേരും പറഞ്ഞ് ഒരു പ്രാവശ്യം പറ്റിച്ചു. ആരാധന ചാപ്പലിൽ ഭിക്ഷയാചിക്കുക. അപ്പം മലയാളികളോട് ചെന്നിട്ട് നല്ല തഞ്ചത്തിൽ അയ്യോ എനിക്കൊന്നുമില്ല എന്നൊക്കെ പറയും. നല്ല സുമുഖനായിട്ട് നടപ്പുണ്ട്. ഇങ്ങനെ കിട്ടുന്ന പൈസ ആയിരിക്കാം. അപ്പോൾ അത് അവിടെ സെക്യൂരിറ്റിമാർ ചെന്നിട്ട് ആരാധന ചാപ്പലിൽ ഭിക്ഷാടനം നടത്തുന്നത് അവർ കണ്ടുപിടിച്ചു. അപ്പോൾ പറഞ്ഞപ്പോഴും എപ്പോഴോ എന്നോട് സംസാരിച്ചത് കൊണ്ട് എൻ്റെ പേരറിഞ്ഞിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് അച്ഛനെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ പേരിലും ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഓടും, എന്നെ കണ്ടം വഴി ഓടി. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കും അയ്യോ പാവം മനുഷ്യൻ, അയ്യോ പാവം മലയാളി, ഇന്നലെ വന്നതാണ്, ട്രെയിനൊക്കെ മിസ്സായി, എല്ലാം പോയി. മനസ്സിലായോ? ഒരു ദൈവഭക്തൻ അങ്ങനെ ചെയ്യുമോ? ആളുകളെ കബളിപ്പിക്കുവോ? ഒരു ദൈവഭക്തൻ ദൈവത്തെ കബളിപ്പിക്കുവോ? ഭക്തി അഭിനയിക്കുവോ? ദൈവത്തിന് അറിയാൻ സാധിക്കുമല്ലോ. ഇങ്ങനെ ഞാനിത് ചെയ്തോളാം, ഞാൻ പള്ളി പോയിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ പറ്റിക്കാൻ പറ്റുമോ ദൈവത്തെ? ദൈവഭക്തി പരിശീലിക്കണം. ഇത് മറിയം ദൈവഭക്തി പരിശീലിച്ച ഒരാളാണ്. ഈശോ ദൈവഭക്തി പരിശീലിച്ചത് മറിയത്തിലൂടെ യോസേപ്പിതാവിലൂടെയും. അപ്പം പരിശീലനം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവഭക്തി, നേരായ ദൈവഭക്തി പരിശീലിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിൻ്റെ സംരക്ഷണവും ഒന്നിനും കുറവില്ലാത്ത അവസ്ഥയും. യഥാർത്ഥത്തിൽ അബ്രഹാം പെട്ടുപോയി. സാറാ പറഞ്ഞിട്ടാണ് ഹാഗാറിനെ പ്രാപിച്ചത്, ഇസ്മായേൽ ഉണ്ടായതും. ഹാഗാർ ഗർഭിണിയായപ്പോൾ തന്നെ സാറായിക്ക് ബുദ്ധിമുട്ടായി. കാരണം ഹാഗാർ ബഹുമാനിക്കാതെയായി.
നിങ്ങൾ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്നും ഉൽപ്പത്തിയുടെ 16-ാമത്തെ അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ സാറ പറയുന്നുണ്ട്. ഇന്നതേ അവർ രണ്ടുപേരും ഇസ്മായിലും ഇസ്ഹാഖും കൂടി കളിക്കുമ്പോഴും സാറായിക്കൊരു ബുദ്ധിമുട്ട്, അവൻ എൻ്റെ മകൻ്റെ അവകാശം കൊടുക്കാൻ പറ്റുകയില്ല, ഇസാക്കിനുള്ളത് ഇസാക്കിന് എന്നെ കൊടുക്കണം. ഇതാര് പറഞ്ഞിട്ടാ? അബ്രഹാം പെട്ടുപോയി. യഥാർത്ഥത്തിൽ അബ്രഹാം എന്ത് ചെയ്യും? അബ്രഹാം സാറ പറഞ്ഞിട്ടാണ് ഹാഗാറിനെ പ്രാപിച്ചതും കുട്ടി ഉണ്ടായതും. ഇങ്ങനെ 2 തവണ ഞാനിങ്ങനെ പഠിച്ചപ്പോഴും 2 തവണ സാറ ഒറ്റപ്പെടുത്തി അബ്രഹാത്തെ. അബ്രഹാത്തിന് പിന്നെ വേറെ ആരുണ്ട്? ദൈവം മാത്രമേ ഉള്ളൂ. ദൈവമാണ് വെളിപ്പെടുത്തി കൊടുത്ത അവളെ പറഞ്ഞു വിട്ടേക്ക്. എന്നിട്ട് ആ ദൈവം തന്നെ ഹാഗാറിനെ വഴി നടത്തി. ഇന്ന് ഗദറായരുടെ നാട്ടിൽ ആ 2 പിശാച് ബാധിതരെ ഒഴിവാക്കി ഈശോ നാടിനെ രക്ഷിച്ചു കഴിഞ്ഞപ്പോഴും സങ്കീർത്തനമല്ല ഇന്നത്തെ വചനം, മത്തായിയുടെ സുവിശേഷം 8-ാം വാക്യത്തിൽ അവര് ഈശോയോട് പറഞ്ഞു, ഈ ദേശം വിട്ട് പൊക്കോളാൻ. ദേശത്തെ രക്ഷിച്ചത് ഈശോയാണ്. എന്നിട്ട് ഈശോയോട് പറയാണ് ആ ദേശം വിട്ടു പോകാൻ. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവഭക്തി വേണം. അത് കഴിഞ്ഞ് നമ്മുടെ രീതികൾ, ദൈവത്തെ തള്ളിക്കളയരുത്. ദൈവമേ നിനക്ക് സംരക്ഷണം നൽകാനുള്ളൂ. നിന്റെ ദൈവം മാത്രമേ നിനക്ക് സംരക്ഷണം നൽകാനുള്ളൂ. അതുകൊണ്ട് ഒരു സിമ്പിൾ നമ്പറിൻ്റെ ലോജിക്കാണ്. അതായത് മത്തായി 8:34 ഈശോയെ തള്ളിപ്പറയുന്നത്, അവരെ പൊക്കോളാൻ പറയുന്നത്. പക്ഷെ സങ്കീർത്തനം 34:8 പറയുന്നത് വിശന്ന് വലഞ്ഞേക്കാം. അതായത് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ നമ്മളിങ്ങനെ രുചിച്ചറിയണം. പരിശുദ്ധ കുർബാന സ്വീകരണം കുമ്പസാരത്തിലൂടെ അല്ലേ കർത്താവിനെ രുചിച്ചറിയാൻ പറ്റുക. ഒരു ചരട് എവിടെയെങ്കിലും കൊണ്ട് കെട്ടിയാൽ ചരടിന്റെ മണം കിട്ടും. കർത്താവിനെ രുചിച്ചറിയാൻ പറ്റുമോ? എവിടെയെങ്കിലും കൊണ്ടൊരു താഴിട്ട് പൂട്ടിയാൽ കർത്താവിനെ രുചിച്ചറിയാൻ പറ്റുമോ? കർത്താവിനെ രുചിച്ചറിയുവിൻ, അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. കർത്താവിനെ വിട്ട് കളയരുത്. കർത്താവിനെ രുചിച്ചറിയുവിൻ. കർത്താവിനെ രുചിച്ചറിയുന്നവനാണ് ഭക്തൻ. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവനാണ്. അഭിഷേകത്തിൽ, കുരിശിൽ മരിച്ച അഭിഷേകത്തിൽ നിൽക്കുന്ന കർത്താവിനെ അങ്ങനെ അങ്ങ് മുട്ടി നിൽക്കുക. കർത്താവിനെ മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയ ദൈവവേദന നീ പള്ളി വരുന്നതും കുമ്പസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. എന്നാൽ നീ എവിടെയെങ്കിലും കൊണ്ട് താക്കോലിട്ട് പൂട്ടിയാൽ, ചരട് കൊണ്ട് കെട്ടിയാൽ എവിടെയാണ് കർത്താവിനെ മുട്ടി നിൽക്കുന്നത്? അതുവഴി നീ എങ്ങനെയാണ് കർത്താവിനെ സ്പർശിക്കുന്നത്? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മറിയം കർത്താവിനെ കൊണ്ടു നടന്നതുപോലെ കർത്താവിനെ ഉള്ളിൽ കൊണ്ടു നടക്ക്. അപ്പോൾ കർത്താവ് സംരക്ഷിക്കുന്ന അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ. രക്ഷതൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കുന്നു. രക്ഷകൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കുന്നു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങ് രഹസ്യങ്ങളുടെ ഫലം കനിവാർന്നങ്ങ് ഉളവാക്കുന്നുവല്ലോ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷകൾ വിശുദ്ധമായ ഈ കാഴ്ചദ്രവ്യങ്ങൾക്ക്
യോജിച്ചതാക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക്
കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസപിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ.
നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ഈ ദിവ്യബലി ഞങ്ങൾക്ക് ജീവൻ നൽകുന്നതാകട്ടെ. അങ്ങനെ അങ്ങയോടുള്ള നിരന്തര സ്നേഹത്താൽ ഒന്നായി തീർന്ന് എന്നും നിലനിൽക്കുന്ന ഫലം ഞങ്ങൾ പുറപ്പെടുവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.